ഇവർ കുറ്റം ചെയ്തിട്ടുണ്ട്, ശിക്ഷിക്കപ്പെടട്ടെ. കുറ്റവിമുക്തനാണെങ്കിൽ ഈ പേര് പറയുന്ന നിയമവ്യവസ്ഥ അത് മാറേണ്ടതല്ലേ? എല്ലാവരും വിചാരിച്ച ഇന്നലെ ഞാൻ നടന്നത് ഇത് വർഷങ്ങൾക്കൊന്നും മുമ്പേ നടന്നതല്ല. ഒരു റീസെന്റ് ടൈമിൽ വന്ന നടിയെന്ന് പറയുമ്പം ഒരു 6 മാസത്തിനും ഇപ്പുറമുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എവർക്കും നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ വലിയ ഭൂകമ്പമൊക്കെ സൃഷ്ടിക്കും, കേസുകളുടെ ഒരു പ്രളയം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ കരുതി. പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ നടന്ന പീഡനങ്ങളൊന്നും പുറത്തു വരാതെ കേവലം ചില എങ്ങും തൊടാത്ത ചില ആൾക്കാർ വന്ന് ചില ആരോപണങ്ങളുടെ ശരവർഷം എറിഞ്ഞു പോയി എന്നത് കവിഞ്ഞ് ഒന്നും സംഭവിച്ചിട്ടില്ല. മലയാള സിനിമയിൽ പണ്ട് മുതലേ നമുക്ക് പീഡനം അനുഭവിച്ചു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടിരുന്ന നടികൾ ആരും വന്നിട്ടില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ബിജു സോപാനം. നമുക്കെല്ലാം അറിയാം, ഉപ്പും മുളക് എന്ന സീരിയൽ ഫ്ലവേഴ്സ് ചാനലിനെ ഒരു സമയത്ത് നിലനിർത്തിയത് തന്നെ ഈ ഉപ്പും മുളക് വന്ന ബിജു സോപാനം, അതുപോലെ നിഷ സാരംഗ്, SP വെങ്കടേഷ്, ലച്ചു, അങ്ങനെയൊക്കെ നമുക്കറിയാം. കുറച്ച് പേരുടെ പേരുകൾ നമുക്കറിയാം. ഇവരുടെ ഒരു ഫാമിലി വലിയ ഒരു സ്റ്റോറി ഒന്നും അല്ലായിരുന്നു, പക്ഷേ ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് ഉള്ള ചെറിയ ചെറിയ സംഭവങ്ങളാണ്. പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ജനമനസ്സുകളിലെ ആരാധനാപാത്രമായ ബിജു സോപാനത്തിനെതിരെയാണ് ഒരു നടി, കേരളത്തിലെ പ്രശസ്ത നടി എന്നാണ് പറയുന്നത്, സീരിയൽ നടി പ്രശസ്ത നടി, നടൻ ബിജു സോപാനം, SP ശ്രീകുമാർ, ഇവരാണ് പരാതിയിൽ ഉന്നയിക്കുന്ന വ്യക്തികൾ. അവരുടെ പേര് പറയും, ആ നടിയുടെ പേര് പറയില്ല. നമുക്കതറിയാം, നിയമം അങ്ങനെയാണ്. കേരളത്തിലെ ദിലീപിൻ്റെ കേസ് നമുക്കറിയാമല്ലോ. ദിലീപിൻ്റെ കേസിൽ ഇത് തന്നെയാണ്. മലയാള സിനിമയിലെ ഒരു പ്രശസ്ത നടി, ഇന്നും ആർക്കും അറിയത്തില്ല പ്രശസ്ത നടി. അവർ തന്നെ വന്നിട്ട് പല ഇൻ്റർവ്യൂവിലുമൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ആരോപണം. ഇത് ചാനൽ ഇൻ്റർവ്യൂവിൽ പോലും അല്ലെങ്കിൽ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ആ നടി ആരാണ്. നമുക്ക് നിയമപരമായി പറയാൻ അതിന് പറ്റില്ല. അതാണ് ഇവിടുത്തെ നിയമത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നവും. ഇപ്പം ഈ നടി ബിജു സോപാനത്തിനെതിരെ ഇത് പറയുമ്പം നാളെ ഇവർ കുറ്റക്കാരല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇവർക്കുണ്ടായ മാനസിക പ്രയാസം, ഇവർക്ക് ഭാര്യയും മക്കളും ഇവർക്ക് കുടുംബവും ഒക്കെ ഉള്ളവരല്ലേ, ഇത് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോൾ ആദ്യം ആ ഒരു വശമാണ് പറയുന്നത്. നിയമത്തിൻ്റെ എന്തുകൊണ്ട് ഇങ്ങനൊരു ന്യൂസ് വന്നില്ല? മലയാളത്തിലെ ഒരു പ്രശസ്ത നടിയെ 2 പ്രശസ്ത നടന്മാർ ചേർന്ന് പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് വന്നു എന്ന് പറയുന്നതിന് പകരം ആദ്യമേ ഇതിനെ എതിർക്കുകയാണ് ഈ ഒരു നിയമം. ഇവർ കുറ്റക്കാരല്ല എന്ന് നാളെ കോടതി കണ്ടെത്തിയാൽ ഇവർക്കുണ്ടായ മാനസിക നഷ്ടം എത്ര പൈസ കൊടുത്താലോ എന്ത് ചെയ്താലും ഇത് തിരിച്ചെടുക്കാൻ പറ്റും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മുടെ ചാനലിലെ ഇപ്പോൾ നമ്മൾ അടുത്ത സമയത്ത് ഇന്നലെ മുതലുള്ള ഒരു ചർച്ചയാണ്. നമുക്കറിയാം മലയാളത്തിൻ്റെ എഴുത്തച്ഛൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ എഴുത്തച്ഛന് MD വാസുദേവൻ നായർ, അതുപോലെ ഇപ്പോൾ മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി, ഇവരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം പെട്ടെന്നൊരു പീഡന കേസുമായിട്ടാണ് ഇപ്പോൾ ന്യൂസ് വന്നേക്കുന്നത്. സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമമെന്ന് പരാതി. നടന്മാരായ ബിജു സോപാനം, SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസ് വന്നേക്കുന്നത്. ഇപ്പം പെട്ടെന്ന് ഈ ഒരു ബിജു സോപാനവും ഇങ്ങനെ ഒരു കേസ് വന്നെന്ന് പറയുമ്പം നമ്മൾ വിചാരിച്ചു ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നടന്നതാണ്. അല്ല, ഇത് വളരെ കുറച്ച് റീസെൻ്റ് ടൈമിലങ്ങോട്ട് നടന്നതായിരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വന്നതിന് ശേഷമാണോ അതിന് മുമ്പാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ തർക്കം. എന്തായാലും ശരി, ആ ഒരു നടിയുടെ പേര് പറയാതെ തന്നെ പലരുടെയും പേരുകൾ ഇപ്പം കേരള സമൂഹം കിടന്ന് തപ്പുക, അവരാണ് ഇവരാണ്. പക്ഷേ ആ നടിയെ ഇനിയും നമ്മൾക്ക് എന്താ പറയുന്നത്, ഏത് രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ട്, ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ശരി, ഈ ഒരു നിയമവ്യവസ്ഥകൾക്ക് തന്നെ മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും ശരി, ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ആലുവയിലെ ഒരു നടി വന്നിട്ട് ഒരാഴ്ച ഓരോ നടന്മാരുടെ പേര്
പറഞ്ഞ ഒരു ചരിത്രം നമുക്കറിയാം. ആ കേസ് അവസാനം സർക്കാർ കൂടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് പിന്മാറാൻ പോകുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് സർക്കാർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പിന്മാറില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ പുറകെ അവർ സാമ്പത്തിക ലക്ഷ്യമാണ് അവരുടെ ഒരു ഇതെന്ന് കേരള സമൂഹം മനസ്സിലാക്കിയ ഒരു നടിയാണ് അവർ. അതെന്തായാലും ആ കേസിൻ്റെ ആ വഴിക്ക് പോകട്ടെ. ഇപ്പോഴത്തെ കേസ് നമ്മുടെ എല്ലാം മനസ്സിൽ ഇടം പിടിച്ച ആ വീട്ടിലെ ഒരു ടേബിളിൽ കുറേ പഴയ റേഡിയോയും സോൾഡറിങ് ചെയ്യണം, ഒരു പഴയ അന്തരീക്ഷം നമുക്ക് സൃഷ്ടിച്ച് അതിലൂടെ ചില നുറുങ്ങുകളും സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമുളകിനില്ല ശരിക്കും. അതൊരു എന്തുവാണ് അന്നേരമുള്ള കറണ്ട് അഫയേഴ്സുമാതിരി ആ വീട്ടിൽ നടക്കുന്ന അങ്ങനെയുള്ള സംഭവം ചെയ്ത് ഹിറ്റായ ഒരു സീരിയലാണ് ഉപ്പുമുളകും. എന്തായാലും ശരി, കൊച്ചായിരുന്നു ആ ഇനത്തിൽ. പിന്നെ എഴഞ്ഞ് നടക്കുന്ന കൊച്ചിപ്പം ഓടി നടക്കുന്നുണ്ട്, എന്നിട്ടും ഇങ്ങനെ ഓടുന്നുണ്ട് സംഭവം. ഫ്ലവേഴ്സിന് നല്ലൊരു റേറ്റിംഗ് ഉണ്ടാക്കിയൊരു സാധനമാണ്. എസ് രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, ഉയർന്ന പരാതി എന്താണ്, നടപടി എന്താണ്? നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട്. ഇത് ആത്യന്തികമായി SIT പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ് നടി പോയി പറഞ്ഞിട്ട് SITക്ക് ഇതനുസരിച്ചാണ് ഇപ്പോൾ കേസെടുത്തേക്കുന്നത്. അപ്പം ഇത് തന്നെ നാളെ ഈ നടി ചിലപ്പോൾ പിന്മാറാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഇപ്പം സാമ്പത്തികമായ കളികൾ ഒത്തിരിയുണ്ട്. ആ ഒരു രീതിയിലേക്ക് വന്ന നടിയാണ് ആലുവ നടി എന്നൊക്കെ പറയുന്നത് ഒരു ആരോപണം എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ നാളെ കേസ് ഇത് ശരിയായ രീതിയിലാണെങ്കിൽ അത് നിയമ നടപടികൾ തുടരട്ടെ, അന്വേഷിക്കും. നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട SIT തന്നെ ഇത് അന്വേഷിക്കും. ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് ഈ നടി. ഏതായാലും ബിജു സോപാനം ലൈംഗിക അതിക്രമം നടത്തിയെന്നും SP ശ്രീകുമാർ ഭീഷണിപ്പെടുത്തി, പുറത്ത് പറയരുതെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ശരി, എല്ലാവരുടെയും ബിജു സോപാനം എന്ന് പറയുമ്പോൾ ഉപ്പും മുളകുമാണ്. അതിനകത്തിലെ നിഷാ സാരംഗ്, ഇവരുടെ നിഷാ സാരംഗിന് നേരത്തെ തന്നെ സംവിധായകനെതിരെയൊക്കെ പരാതിയൊക്കെ ഉയർന്നതാണ്. ഇപ്പോൾ ഇതിനകത്തിൽ റീസെൻ്റ് ടൈമിലായിട്ട് വന്നൊരു നടിയാന്ന് പറയുന്നു. അപ്പം ആരാണ് എന്നുള്ള ഒരു തലവേദനയാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. ആരാണ് പക്ഷേ നടിയുടെ പേര് ഞങ്ങൾ പറയില്ല, അതിന് നിയമമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അത് പറയുന്നില്ല. അതാണ് ഇതിൻ്റെ സത്യം. കേസ് ഇൻഫോ പാർക്ക് തൃക്കാക്കര പോലീസിന് കൈമാറും. അതുപോലെ തന്നെ മറ്റു നടപടികൾ ഇനി അന്വേഷണം, അറസ്റ്റോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത് അതിലാണ് ബിജു സോമാനം, അതോടൊപ്പം തന്നെ SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത്, മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ FIR അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇനി ഈ കേസ് SITക്ക് കൈമാറും. നേരത്തെ SIT ഹൈക്കോടതിയിൽ തന്നെ നൽകിയത് 33ഓളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത്രയും ഹേമ കമ്മിറ്റി സർക്കാരിൻ്റെ കോടികളാണ് ഈ ഹേമ കമ്മീഷന് വേണ്ടി ചിലവാക്കിയത്. എന്നിട്ട് വന്നത് കേവലം 10-30 കേസുകൾ മാത്രം. നമ്മൾ കേട്ടറിഞ്ഞ പല കാര്യങ്ങളും പണ്ട് മുതൽ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പേ മുതൽ ഓരോ നടികളുടെ പേര്, നടന്മാരുടെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. പക്ഷേ ഹേമ കമ്മിറ്റിയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അവിടെ ഇങ്ങനെ അഡ്മിഷൻ തുടരുന്നതുകൊണ്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. 2 പേരുടെ പേരൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ്. എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഗൗരവകരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയം. ഈ സെറ്റിൽ തന്നെ എന്ത് കേസ് വന്നാലും എന്താ, സിദ്ദിഖിനെതിരെ കേസ് വന്നു. കേരള പോലീസ് ഈ ആഴ്ചകൾ മൂക്കിൻ്റെ താഴെ ഇരുന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു നടന് അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു നടന് ഇത്രയും പിന്നെ പോലീസിൻ്റെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഇന്നും ഒരു ചോദ്യം ചിഹ്നമാണ്. പുള്ളി ഏതായാലും സുപ്രീം കോടതിയിൽ പോയി അവിടുന്ന് ഇവിടുന്നൊക്കെ പുള്ളി തടിയൂരി. പിന്നെ മറ്റ് നടൻ ബാലേന്ദ്ര മേനോന്, മുകേഷ്, അങ്ങനെ ജയസൂര്യ, ഇവർക്കെതിരെയുള്ള കേസുകളൊക്കെ ഇപ്പോൾ ആരും ഒന്നും പറയുന്ന പോലും കേൾക്കുന്നില്ല.
ഇതൊക്കെ ഇപ്പോൾ ആ നടി തന്നെ പിന്മാറുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സാമ്പത്തിക കളികൾ നടന്നിട്ടുണ്ട്. ബാലേന്ദ്ര മേനോൻ്റെ ഈ ആരോപണം വരുന്നതിന് മുമ്പേ തന്നെ പുള്ളിയെ ഇൻഫോം ചെയ്തു അഡ്വക്കേറ്റ്, ഇങ്ങനെ കേസ് വരുന്നുണ്ട് എന്നുവെച്ചാൽ തയ്യാറായിരുന്നോളാൻ. അപ്പോൾ കേസ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ കേസ് അതിൽ വീണു പോവും. അപ്പോൾ ഇതിനകത്തിൽ കോടികളുടെ ആയിരിക്കും ഇവർ വെക്കുന്ന ഡിമാൻഡ്, കേസ് വേണ്ട വരുത്തില്ലെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് സാമ്പത്തികം അടിച്ചു മാറ്റാനുള്ളൊരു വശം ഇതിൻ്റെ മറുവശമുണ്ട്. അപ്പോൾ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതൊക്കെ നമ്മളിനിയും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. അത് വളരെ ഗൗരവതരം തന്നെയാണ്. എന്തായാലും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ്. വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണോ? അതിന്റെ ഒരു സമയം, അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനാകുമോ? എല്ലാവരും വിചാരിച്ച ഇന്നലെ ഞാൻ നടന്നത്, ഇത് വർഷങ്ങൾക്കൊന്നും മുമ്പേ നടന്നതല്ല. ഒരു റീസെൻറ്റ് ടൈമിൽ വന്ന നടിയെന്ന് പറയുമ്പം ഒരു 6 മാസത്തിനും ഇപ്പുറമുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ മലയാള സിനിമയിലെ ചില മാറേണ്ട സിസ്റ്റം തന്നെ ഉണ്ട്. നമുക്കറിയാം ഈ ഡെയിലി വേജസിന് വരുന്ന നടികൾക്കും നടന്മാർക്കും അവർക്ക് ഒരു ടോയ്ലറ്റ് സംവിധാനം പോലും ഇല്ലാതെ എത്രയോ ഷെഡ്യൂൾ കണ്ടിന്യൂ ആണ് ഇവരുടെ വർക്കുകൾ. അവിടെ പോയിട്ട് ഒരു ഡാൻസിൽ ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ആയിരിക്കും അഭിനയിക്കുന്നത് ഡെയിലി വേജസ്. അതേപോലുള്ള ചെറിയ ആൾക്കാർ ഈ ഒത്തിരി പീഡനങ്ങളും ഒത്തിരി അനുഭവങ്ങളും അവർക്കുണ്ട്. അതൊന്നും പുറത്ത് വന്നിട്ടുമില്ല, അവരൊന്നും ആരും ശ്രദ്ധിക്കുന്നുമില്ല. എല്ലാവരും ഒരു മഹാനടൻ്റെ പേരോ അല്ലെങ്കിൽ അതുപോലുള്ള ഈ പ്രമുഖ നടിയെന്നുള്ള കാരണം വന്നു കഴിഞ്ഞാൽ അതിന് കുറേ ദിവസം അതിനെ ചുറ്റിപ്പറ്റി കുറേ ന്യൂസ്, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഇത് കറക്റ്റ് ശരിയായ രീതിയിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഇതിൻ്റെ കേസ് അന്വേഷണം ഇത്ര നാളിനകം തീർക്കണം അല്ലെങ്കിൽ തീർപ്പുണ്ടാകണം എന്നൊരു വ്യവസ്ഥ ഇപ്പോഴും ഇല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടാ. ഇനിയും എന്ത് സംഭവിക്കുകയെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സമീപകാലത്ത് തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രമുഖ നടി ഇത്തരത്തിലൊരു പരാതി നൽകി. പ്രമുഖ നടി ഇപ്പം പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് തലപോഞ്ഞാലിരിക്കും. ഈ പ്രമുഖ നടി അല്ലെങ്കിൽ ആരാണ്? പലരും ഇന്നലെ മുതൽ പലരുടെയും പേരുകൾ പറയുന്നുണ്ട്. പക്ഷേ റീസെൻ്റ് ടൈമിൽ വന്നെന്ന് പറയുമ്പം നമുക്ക് പലരെയും മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് നിയമവും ഇല്ല പറയാൻ, അതുകൊണ്ട് പറയുന്നില്ല. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് പറയുന്നത് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിജു സോപാനത്തിനെതിരെയാണ്. അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തിയ SP ശ്രീകുമാർ എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം. എന്തായാലും ബിജു സോപാനത്തിനെതിരെയാണ് ഈ മെയിനായിട്ടുള്ള ഈ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. എത്രത്തോളം ശരിയുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നാളെ ഈ കേസിൽ നിന്ന് ഇദ്ദേഹം കുറ്റവിമുക്തനായിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനുണ്ടായ ഇമേജ്, ഈ പേര് പ്രസിദ്ധീകരിക്കുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. കുറ്റവിമുക്തനായിക്കഴിഞ്ഞാൽ ഇത്രയും നാൾ ചിലപ്പോൾ 2 വർഷമോ 1 വർഷമോ അല്ലെങ്കിൽ 3 വർഷമോ ഒക്കെ എടുക്കും ഇതിൻ്റെ വിചാരണയും അതിൻ്റെ ഫൈനൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. റിസൾട്ട് ഇവർ കുറ്റം ചെയ്തിട്ടുള്ള ശിക്ഷിക്കപ്പെടട്ടെ. കുറ്റവിമുക്തനാണെങ്കിൽ ഈ പേര് പറയുന്ന നിയമവ്യവസ്ഥ അത് മാറേണ്ടതല്ലേ എന്ന് എൻ്റെ ഒരു മനസ്സിലുള്ള ചിന്തയുണ്ട്. നിങ്ങളെന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക. മറ്റൊരു വീഡിയോയുമായി വരും വരെ നന്ദി, നമസ്കാരം.